എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ്. കാത്തിരിപ്പ് ആകാംക്ഷയും പ്രത്യാശയും വർദ്ധിപ്പിക്കും. അതേ സമയത്ത് തന്നെ അത് നീളും തോറും നിരാശയും വേദനയും ഉളവാക്കുകയും ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പരീക്ഷ കഴിഞ്ഞ കുട്ടികൾക്ക് റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ജോലിക്കായുള്ള കാത്തിരിപ്പ്, ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വിദേശത്തുള്ളവരുടെ ഫോൺ കോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വിദൂര നാടുകളിലായിരിക്കുന്നവരുടെ മടങ്ങിവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങി എത്രയെത്ര വിഷയങ്ങൾക്കായുള്ള കാത്തിരിപ്പ് നമുക്ക് അനുദിന ജീവിതത്തിൽ പരിചിതമാണല്ലോ. എന്നാൽ ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴിയാതെ വരുന്ന ദമ്പതികളുടെ കാത്തിരിപ്പിൻ്റെ വേദന വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്രകാരമുള്ളൊരു വേദന നിറഞ്ഞ കാത്തിരിപ്പിൻ്റെ സന്തോഷകരമായ പര്യവസാനമാണ് സഖറിയ പുരോഹിതനുള്ള ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സഖറിയാവും എലിസബത്തും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ തങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചവരാണ്. അവർക്ക് അബ്രഹാമിൻ്റെയും സാറായുടെയും ഹന്നായുടെയും ഏൽക്കാനായുടെയും ഒക്കെ ഉദാഹരണങ്ങൾ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇനിയും ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് കരുതുവാൻ കഴിയാതെ വണ്ണം സഖറിയാവ് കടുത്ത നിരാശയിൽ അകപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വന്ന ഗബ്രിയേൽ മാലാഖയോട്, ഞാൻ വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യയും വയസ്സ് ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവർ തങ്ങളുടെ ശാരീരിക ബലഹീനതയിൽ തളർന്നിരുന്നു. അതോടൊപ്പം അവർ ആത്മീയമായും ബലഹീനരായിപ്പോയി. യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് സഖറിയാവിന് ലഭിക്കുന്ന അറിയിപ്പ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ 18 വരെ വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദീർഘനാളായി പുരോഹിതന്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നതും സമൂഹത്തിന്റെ അവഹേളനം മൂലം മനസ്സിനെ മുറിവേറ്റുകൊണ്ടിരുന്നതുമായ ഒരു വലിയ പ്രശ്നത്തിനാണ് ഇവിടെ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. വേദനിക്കുന്ന മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സ്വർഗത്തിലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ അതെപ്പോൾ നൽകും, എങ്ങനെ നൽകും എന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമായി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഈ സംഭവം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയവും ദൈവം നിശ്ചയിക്കുന്ന സമയവും തമ്മിലുള്ള അന്തരത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ നിരാശയും താനെ ഇല്ലാതായിക്കൊള്ളും. ദേവാലയത്തിലെ ആരാധനാ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ദൈവദൂതൻ പുരോഹിതനായ സഖറിയാവിന് ദൃശ്യമാകുന്നു. എന്നാൽ ആരാധനയിൽ പങ്കെടുക്കുന്ന ജനത്തിന് ദൃശ്യമാകുന്നില്ല. ആരാധനയിൽ നാം പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സന്ദേശം ഇവിടെയുണ്ട്. വേദനിക്കുന്ന ഹൃദയത്തോട് സംസാരിക്കുവാൻ അടുത്ത് നിൽക്കുന്നവരാരും അറിയാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് നമ്മോട് മാത്രം സംസാരിക്കുവാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയ ആരാധനയിലുണ്ട്. ഓരോ ആരാധനയും അനേകരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഒരിക്കലും ഒരു വൃദ്ധയായ അമ്മച്ചിയോട് ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ വളരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അവർ പറഞ്ഞത്, കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം എന്ന് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്ന സന്ദർഭമാണ് കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നാണ്. കാരണം ആ സമയത്ത് അമ്മച്ചി തലകുനിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ തലയിൽ വന്ന് ആവസിക്കും. എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവോ അതെല്ലാം അപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം അമ്മച്ചിയോട് പറയും. എത്ര ആത്മനിറവിലാണ് ആ സ്ത്രീ ആരാധനയിൽ സംബന്ധിക്കുന്നതെന്ന് ഞാൻ ഓർത്തുപോയി. നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കണം. ദേവാലയം ഏദൻ തോട്ടമാണ്. ദൈവത്തിൻ്റെ കാലുച്ച രാവിലെയും വൈകിട്ടും കേട്ട് ഉണരുവാനും ഉറങ്ങുവാനും ആദ്യ മാതാപിതാക്കൾക്ക് ഭാഗ്യം ലഭിച്ച സ്ഥലമാണ്. അതേ രീതിയിൽ ദേവാലയത്തെ കണ്ടതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ, യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന് 84-ാം സങ്കീർത്തനത്തിൽ വിസ്മയഭരിതനായി പറയുന്നത്. ദൈവത്തെയും ദേവാലയത്തെയും അതിൻ്റെ മഹത്വത്തിനനുസരിച്ച് സ്വീകരിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നതാണ് ഇവിടെ സന്ദേശം. എന്നാൽ പുരോഹിതനായ സഖറിയാവിനെ പോലെ തന്നെ നാമും മാനുഷികമായ മാനദണ്ഡങ്ങളിലൂടെ ദൈവത്തെ അളക്കുവാനും പരിമിതപ്പെടുത്തുവാനും ശ്രമിക്കുന്നു എന്നതാണ് നമ്മുടെ വലിയ അപജയം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് എല്ലാവരെക്കാളും കൂടുതലായി അറിയാവുന്ന പുരോഹിതൻ പോലും, ഞാൻ വൃദ്ധനല്ലോ, എൻ്റെ ഭാര്യ വയസ്സ് ചെയ്യുന്നവളുമല്ലോ, പിന്നെ നീ പറയുന്ന ഈ അസാധാരണ അത്ഭുതം എങ്ങനെ ഞങ്ങളിൽ സംഭവിക്കും എന്നതായിരുന്നല്ലോ സഖറിയാവിൻ്റെ മറുപടി. ദീർഘനാളത്തെ ദേവാലയ ശുശ്രൂഷകളിലൂടെയും
പൗരോഹിത്യ ധർമ്മ നിർവഹണത്തിലൂടെയും ആത്മീയ ഔന്നത്യത്തിലെത്തുവാൻ സക്കറിയാവിന് കഴിഞ്ഞിരുന്നില്ല. ആയതിലേക്ക് അവനെ ഒരുക്കുവാൻ വീണ്ടും ഒരു 9 മാസത്തെ മൗനവ്രതം മാലാഖ അവന് നിർദ്ദേശിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനാവശ്യ സംസാരങ്ങളും അനവസരത്തിലെ പ്രതികരണങ്ങളുമാണ് ദൈവം സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടുന്നതിനും നമ്മുടെ തന്നെ ആത്മീയ നിലവാരം തകർക്കുന്നതിനുമൊക്കെ കാരണമായി തീരുന്നത്. ആകയാൽ നമ്മുടെ സംസാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം. യഹോവയെ, എൻ്റെ വായ്ക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് ഒരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ എന്ന് സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കുവാനും പല ജീവിത സാഹചര്യങ്ങളിലും മൗനം ശീലിക്കുവാനും നമുക്ക് കഴിയണം. മൗനം നമുക്ക് നമ്മെ തന്നെയും ദൈവത്തെയും തിരിച്ചറിയുവാൻ ഉതകുന്ന വലിയ ശക്തിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 46:10 മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് തിരിച്ചറിവീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. മൗനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും വ്യക്തിത്വത്തിൻ്റെ ദൃഢതയ്ക്കും മൗനത്തേക്കാൾ വലിയ ഔഷധം വേറെ ഇല്ല എന്നതാണ്. ഈ ഔഷധമാണ് ആത്മീയമായ പക്വതയ്ക്ക് വേണ്ടി മാലാഖ സക്കറിയാവിന് നിർദ്ദേശിച്ചതും. ഓരോ ആരാധനയിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ അവൻ പരിഹരിക്കുന്നു, നമ്മെ ആത്മീയമായി അവൻ രൂപാന്തരപ്പെടുത്തുന്നു. ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.